ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ കളിക്കാൻ റാഫ്റ്റ് ബിൽഡ്. അപ്പോൾ നമ്മൾ പിന്നെ വന്നതാണ് ഒരു സർവൈവൽ സീരീസ് ആയിട്ട്. അതെ ഗൈസ്, നമ്മളത് പറഞ്ഞോട്ടൊന്നുമല്ല, നേരത്തെ പറഞ്ഞോട്ടായിരുന്നു നമ്മൾ സർവൈവ് ചെയ്ത് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ല. പക്ഷേ ഇതെന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, എന്തെങ്കിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. കഴിഞ്ഞ വട്ടത്തെ അങ്ങ് പാളീസായി പോയത് എനിക്കന്ന് ഒന്നും വീഡിയോ കുറേ നാളത്തേക്ക് ഇടാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സ്ക്രീൻ റെക്കോർഡറിൻ്റെ കാര്യം അത് തന്നെ. പിന്നെ സെർവറിനകത്ത് കയറി ബെഡ് ബാസിൻ്റെ വീഡിയോ ഇടാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തൊക്കെ സെർവർ ഡിസ്കണക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. എന്താ ചെയ്യാനാണെന്ന് പറയണേ. സെർവറൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കളിച്ച് നോക്കാം. അപ്പോഴെങ്കിലും സെർവർ സെറ്റ് ആവുമായിരിക്കും. അപ്പം പറഞ്ഞ സമയങ്ങളിൽ തന്നെ നേരെ വിടില്ല കിടക്കട. ഗൈസ്, നല്ലൊരു സ്പോണല്ല നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ടെസ്റ്ററൊക്കെ കുറച്ചിട്ടേക്കുന്നത് ഒരു സ്നോ ബയോമിലാണ് സ്പോൺ ആയിരിക്കുന്നത്. എൻ്റെ അടുത്ത് തന്നെ വില്ലേജ് ഉണ്ട്, സമാധാനിക്കാം. നമുക്കപ്പോൾ ബ്ലോക്ക് പൊട്ടിച്ച് തുടങ്ങാം. ഫസ്റ്റ് തന്നെ വുഡിൽ നിന്നാണ് തുടക്കം. അപ്പോൾ നമുക്ക് കുറച്ച് മെയിൻ ടൂൾസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഗോൾ പറഞ്ഞില്ല. ഗോൾ വേറൊന്നുമില്ല, ഒരു സ്റ്റാർട്ടർ ബേസ് പോലെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ബേസ് കണ്ടുപിടിക്കുക, അതിനോട് തന്നെ ടൂൾസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക, പിന്നെ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ റാഫ്റ്റിൻ്റെ കൂടെ വെച്ച് ഇത് പണിയാം, ടൂൾസ് പണിയാം. എന്നിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ വലിയ ലാഗില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ലാഗടിച്ച് നമുക്കപ്പോൾ ഫസ്റ്റിട്ട് പിക്കാസ് ഉണ്ടാക്കാം, ഒരു വെട്ടോത്തി ഉണ്ടാക്കാം. പിന്നെ വേറെണ്ണം ഉണ്ടാക്കണ്ട, വേറെണ്ണം എനിക്ക് വേണ്ട. ഓക്കെ, പിന്നെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തുകൊണ്ട് നേരെ പോവാം, അങ്ങോട്ടാണ് വില്ലേജിലോട്ട് പോവാം. ഗോൾസ്റ്റൊക്കെ ഞാനിപ്പോൾ പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞ എന്തോ സ്റ്റാർട്ടർ ബേസ് എന്നെങ്ങനെയാണ്. അപ്പോൾ സ്റ്റാർട്ടർ ബേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വില്ലേജിൻ്റെ വീട് കണ്ടുപിടിക്കണം. എന്നിട്ട് അതാണെങ്കിൽ നമുക്ക് നല്ല സ്ഥലമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി സ്റ്റാർട്ടർ ബേസ് ആക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നല്ല ടൂൾസും ഇതൊക്കെ ആർമർ നോക്കാം. പിന്നെ അടുത്ത വീഡിയോക്കകത്ത് നമ്മൾ ഗോൾ പറയുന്നതായിരിക്കും, ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യുക. അത് ഇത് കുറേ പരിപാടിയുണ്ട്, പറഞ്ഞാൽ തീരത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വീട് കണ്ടുപിടിക്കാം. ഈ വീടാക്കിയല്ല, അല്ല വേണ്ട, ഇത് കുറച്ച് ചെറിയ വീടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ കയറി ലൂട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിനകത്തിലെ കാര്യങ്ങൾ. വിട്ടു പോകുന്നു എന്താ ബ്രോ ഇങ്ങനെ. ഓക്കെ, നമുക്ക് അതിനകത്ത് ലെതർ ആർമർ കിട്ടി. അപ്പോൾ ആർമറിൻ്റെ കാര്യം തീരുമാനം. അടുത്ത വട്ടം നമുക്ക് നല്ല ആർമർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. പിന്നെ അവധി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ അവധിക്ക് മുന്നിട്ട് നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോകാൻ നോക്കുന്നതായി സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാം, കണ്ടം വഴി ഓടാം. ഓക്കെ, ഈ വീട് കുഴപ്പമില്ല കേട്ടോ, ഇത് നമുക്ക് സ്റ്റാർട്ടർ ബേസ് ആക്കാം. അപ്പോൾ സെക്കൻഡാമത്തെ ഗോളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സ്റ്റാർട്ടർ ബേസ്. ഓക്കെ, ഇവിടെ ബ്ലൂ ബെഡിൽ ഒന്ന് നമ്മൾ റീസ്പോൺസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. മണ്ടയ്ക്ക് എന്തൊക്കെയുണ്ട്, ഫർണസ് ഉണ്ട്. അപ്പോൾ ഫർണസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും നമ്മളെ ക്രാഫ്റ്റിംഗ് ഏരിയ. അവിടെ ആയിട്ട് നമുക്ക് നമ്മളുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. എന്നിട്ട് നമുക്ക് ടൂൾസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതിന് തന്നെ നമുക്ക് താഴോട്ടിറങ്ങാം, അവിടെ ചെന്ന് ടൂൾസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം പകുതി കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. വീട് കുറച്ച് സ്ഥലക്കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇതാ പറ്റിയ വീട്. ഓക്കെ, ഡോറാണ്. നേരെ ഇവിടെ വന്ന് കുഴിക്കാൻ തുടങ്ങാം. ടൂൾസും കൂടെ അപ്ഗ്രേഡ് ആക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും തീർക്കാനെന്ന് നോക്കണം. തീർക്കാൻ പറ്റിയില്ല നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഒക്കെ നമുക്കപ്പോൾ താഴോട്ട് കുഴിച്ച് പോവാം. നമുക്കെന്തായാലും സെർവറിനകത്തൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് വെറും 20 അത് കഴിഞ്ഞ വട്ടം 30 പറഞ്ഞായിരുന്നു, 3 ലൈക്ക് ചെയ്തിട്ട് കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ 20 മതി, വലിയ ഇതൊന്നുമില്ല. ഓക്കെ, കണ്ട കേവിനകത്ത് എത്തി കേട്ടോ. നമുക്ക് കേവിനകത്തൊന്നും ഇപ്പോൾ ഇറങ്ങണ്ട, നമ്മൾ അതിന് അത്രയൊന്നും ആയില്ല. ഇപ്പോൾ കേവിനകത്ത് ഇറങ്ങാൻ ചെന്നാൽ അമ്മ തല അടിച്ച് പറിക്കും. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റോൺ മൈൻ ചെയ്ത് കുറച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇനി മേലോട്ട് കയറി പോവാം. കുറേ സമയം നമുക്ക് കളയാനില്ല. ചിലപ്പോൾ എൻ്റെ സ്ക്രീൻ റെക്കോർഡറൊക്കെ പോവാം. അതൊരു സ്ക്രീൻ റെക്കോർഡറാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ നേരത്തെ. ഓക്കെ, നമുക്ക് ഡോർ അടച്ചിട്ട് ഓടിച്ചെന്ന് നമ്മൾ സാധനങ്ങൾ സെറ്റാക്കാം. ഹോയ്. ഓക്കെ, തെറ്റിപ്പോയി, അതൊന്നും വേറൊന്നും വിചാരിക്കല്ലേ. ഓക്കെ,
ഫസ്റ്റ് തന്നെ നമുക്കപ്പോൾ ടൂൾസ് സെറ്റാക്കാം. അതിന് മുന്നേ എനിക്ക് ഇത് സെറ്റാക്കാനുണ്ട്, സ്റ്റിക്ക്. ഇത് വെച്ചൊന്നും പറ്റത്തില്ല. അപ്പോൾ ചെറുതായിട്ട് ലാഗ് അടിച്ചു പോകുന്നൊരു സംശയം എനിക്കുണ്ട്. ഓക്കെ, സ്ലാഗ് മാറിയോ? മാറി. അപ്പോൾ നമുക്കിപ്പം കുറച്ച് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കപ്പം ടൂൾസ് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു സോഡാണ് സോഡ് വുഡൻ സോഡ്. ഞങ്ങൾക്കോട്ട് ഈ വുഡൻ സോഡൊന്നും ഉണ്ടാവാത്തേ. ചേട്ടാ ഇത് വുഡൻ അല്ലല്ലോടാ, നമ്മൾ സ്റ്റോൺ ടൂൾസ് അല്ലേ ഉണ്ടാക്കുന്നേ. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മളപ്പോൾ ഇവിടെ ടൂൾസൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചെറുതായിട്ട് ലാഗ് അടിച്ച് നിന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ ടൂൾസിലേക്കും കടന്നിട്ടുണ്ട്. ആർമർ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നാളത്തേക്കുള്ള പരിപാടിയൊക്കെ നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഔട്ടർ എടുക്കാൻ പോകണം. അപ്പോൾ ഏതാണ്ട് ചെറിയ ലാഗൊക്കെ ഉണ്ട്. അത് നിങ്ങളെ കാര്യമൊക്കെ ഒന്നും വേണ്ട. ഇനി നോക്കിക്കൊണ്ട് വന്നാൽ ഫോൺ ലാഗ് അടിച്ച് പോകും. ഓക്കെ, നമുക്കപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇവിടെ വന്ന് ഇൻട്രോ എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇൻട്രോ പോട്ടെ, ഔട്ടറോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോട്ട് തന്നെ ഗൈസ് നാളെ എന്തായാലും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.